தொடருது. தொட்டு போகிறது തന്നെ. തൃപ്തിയായിടാ எனக்கு. എങ്ക പോനാലും ബ്രാഹ്മണനാ ഇരിക്കണം ചൊല്ലി അനുപ്പിട്ട് ഇപ്പോ പോതും. ഇവിടുത്തെ വേലയും വേണ്ട, അവര് മണ്ണാങ്കട്ടിയും വേണ്ട. വേറെ വണ്ടി எதுக்கு நீ அவனை கூப்பிடுறாய்? உன்னை கொள்ளி வைக்கிறதுக்கா இல்ல அவனை கொண்டு போய் கொள்ளி வைக்கிறதா? மிண்டது கண்டவன் சவத்தை எல்லாம் தூக்கி அசுத்தம் பண்ணிட்டு வந்து நிக்கிறியே, நீ ஒரு பிராமணடா நாயே. என்ன மாமா நீ இப்படி எல்லாம் பேசுற? ஒரு பிராமணன் ஒரு உண்மையோட ஜனம் தோல் லேட்டா மாலை இடிஞ்சு விடுவா. பாத்தியா நீ பாத்தியா? செஞ்ச தப்பு கூட அவனுக்கு தப்பா தெரியுது பாரு. உன் உடல்ல கிடக்குது பூணுல புண்ணாக்கா. போதும்டா போதும். நான் உனக்கு மாமனம் இல்ல, நீ எனக்கு மருமகன் இல்ல. போடா போய் தொலை. கிருஷ்ணமூர்த்தி எதுக்குடா இந்த வேலை? விட்டுட்டு வந்துடுறா. தஞ்சாவூர்ல നിങ്ങളുടെ കേസ് ജയിച്ചു. உன் அப்பாவோட சொத்து ரிஷிஸ்தலம் தோட்டம் எல்லாம் திருப்பி கிடக்கிறதுக்கு கோടതി விதி வந்தாச்சு. ஆமாண்டா ஆமா. നിന്നെ കൊണ്ട് തഞ്ചാവൂരിലേക്ക് പോകാൻ വന്നതാ മാമി. ഇപ്പൊ തന്നെ പോവാം. വാടാ പോകാടാ. ഇല്ലടാ പട്ടാഭി, ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല. ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തീർക്കാതെ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. അപ്പോ ഞാൻ വിളിച്ചാലും നീ വരില്ല അല്ലേ? അമ്മ എന്നെ ശപിക്കരുത്. ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ വന്നാൽ ഇവിടെയുള്ള ഒരുപാട് പേരുടെ ശാപം എനിക്കുണ്ടാവും. അമ്മ പൊയ്ക്കോളൂ. ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം. വേണ്ടടാ, നീ വരണ്ട, ഒരിക്കലും വരണ്ട. നിന്നെ ഇനി കാണുക വേണ്ട. ഈ അമ്മയ്ക്ക് ശിവരാമ വണ്ടിയിലേറെ. വണ്ടിയിലേ അമ്മ അമ്മ വണ്ടി ഇടോ. അമ്മ അമ്മ വന്ന് വിളിച്ചിട്ട് എന്താ കൂടെ പോവാതിരുന്നത്? എങ്ങനെ പോവും അല്ലേ? കമ്പനിയിൽ നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വന്ന ആളല്ലേ. അപ്പൊ പിന്നെ ആ ജോലി പൂർത്തിയാക്കാണ്ട് പോവാൻ പറ്റില്ലല്ലോ അല്ലേ? ഞങ്ങൾ എന്ത് തെറ്റിയിട്ടാ സ്വാമി ഈ ദ്രോഹമൊക്കെ ഞങ്ങളോട് ചെയ്തത്? ആ റാവുത്തരുടെയും ജോണിന്റെയും ഫ്രാങ്കിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഒരു കാലത്തും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അല്ലേ? എന്തെങ്കിലും ഞങ്ങൾ കേസ് ജയിക്കുന്നു, അന്ന് കിട്ടുന്ന അവകാശവും മേടിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാന്നൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അതാ ഇപ്പൊ സ്വാമിയായിട്ട് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഇനി എവിടെ ആയാലെന്താ, ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിച്ചു മരിക്കാനാണ് ഞങ്ങളുടെ വിധിയെന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചോളാം. സ്വാമി പേടിക്കണ്ട, ഇതിന്റെ പിന്നിൽ സ്വാമിയായിരുന്നെന്ന് ഇവിടെ ഒരാളോടും ഞാൻ പറയില്ല. ഇനി ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പോലും എനിക്ക് സ്വാമിയെ ഒറ്റ കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി എനിക്ക് സ്വാമിയെ. ഇപ്പൊ സ്വാമി വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞുന്ന്. ഇവിടെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് പോലെ വേറെ ആരാ സ്വാമി അറിയാൻ ശ്രമിച്ചിട്ടുള്ളത്? അങ്ങനെ എല്ലാം അറിഞ്ഞ കൂട്ടത്തിൽ സ്വാമിയുടെ മനസ്സിലുള്ള കള്ളത്തരം കൂടി അറിഞ്ഞുപോയെന്നേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു, ആ മനസ്സിൽ ഒരിക്കലും എനിക്ക് സ്ഥാനമില്ലാന്ന്. എന്താ മൂസാസേട്ടനെ കോളനിയിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് എന്നിട്ട് താൻ എന്ത് നേടി? നേടിയത് മുഴുവൻ താനല്ലേ. ആ പാവം മനുഷ്യനെ കിടപ്പാടം പോലും ഇല്ലാതാക്കി പെരുവഴിയിലാക്കിയില്ലേ? തന്നോട് ദൈവം ചോദിക്കും. ചോദിച്ചോട്ടെ, എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ഞാൻ ഒരാളെയെ പെരുവഴിയിലാക്കിയിട്ടുള്ളൂ. പക്ഷെ നീയോ 100 കുടുംബങ്ങളല്ലേ പെരുവഴി ഇറക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നീ കോളനിക്കാരെ ചതിച്ചുണ്ടാക്കി തന്ന കരാറാ. ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ അവിടെ നിന്ന് അടിച്ചിറക്കും. 3 സെന്റ് പോയിട്ട് ഒരു നുള്ളു മണ്ണ് പോലും ഞാൻ അവർക്ക് കൊടുക്കില്ല. എടാ എന്താ എന്താ ഇത്? പേപ്പർ വാങ്ങും സാർ, കരാർ വാങ്ങും സാർ. അതുകൊണ്ട് അതിന് താണ
ഇന്നാ ഈ തരൻ ഞാനായിട്ടുണ്ടാക്കി തന്ന കരാറ് അങ്ങോട്ട് ചെല്ലേ. കോളനി ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞ് നീയൊക്കെ കമ്പനി അവിടെ കെട്ടുന്ന എനിക്ക് കാണണം. എടാ തൊട്ടുപോരുത്. ബ്രാഹ്മണന് പുണ്യാഹം തളിക്കാൻ മാത്രമല്ല അടിച്ച് പല്ല് ഏർപ്പിക്കാനും അറിയാം. ഇപ്പൊ ഇവൻ പിച്ചു ചീന്തി നമ്മുടെ മുഖത്ത് എറിഞ്ഞില്ലേ, അതുപോലെ ഇവനെയും പിച്ചു ചീന്തണം. ആ കോളനിക്കാരെ കൊണ്ട് അവിടെ ഇട്ട് ഇവനെ പിച്ചു ചീന്തിക്കണം. ഹലോ, വരൂ വരൂ. ഇനി നമ്മളല്ല പടച്ചുതമ്പുരാൻ വിചാരിച്ചാലും കോളനിക്കാരൻ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ആ ദുഷ്ടന്മാരും സമ്മതിക്കത്തില്ല. അവരവിടെ ശല്യക്കാരായിട്ട് ജീവിക്കേണ്ടത് വക്കീലിന്റെ ആവശ്യമായിരുന്നു. അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ചുറ്റുപാടുമുള്ളവർ കിട്ടിയ വിലയ്ക്ക് ഭൂമി വിറ്റിട്ട് പോയി. അത് മുഴുവൻ ആ വക്കീൽ വാങ്ങിച്ചു കൂട്ടി. അവിടെയാ ഇപ്പൊ അയാൾ കമ്പനി പണിയുന്നത്. ഒടുക്കം അയാൾ കൊണ്ടുവന്ന ദുഷ്ടന്മാർ തന്നെ അയാൾക്കെതിരായപ്പോ അയാൾ തോറ്റു എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം അതും നീയായിട്ട് തീർത്തു കൊടുത്തു. ഇനിയിപ്പോ അയാൾക്ക് എന്താ, ആരെ പേടിക്കാനാ? ചേട്ടു, ഇല്ല, അയാൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരെ ഇപ്പൊ പോകുന്നത് ആ കോളനിയിലേക്കാണ്. അവരോടെല്ലാം ഞാൻ തുറന്നു പറയും. എല്ലാം തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. എല്ലാം. കൃഷ്ണമൂർത്തി, കൃഷ്ണമൂർത്തി, ശീഘ്രം വീട്ടിൽ പോടാ. വീട്ടിൽ പോലാ. എന്നെ നീ കേസ് പറഞ്ഞു മേടിക്കാൻ നിന്റെ അപ്പാவோட സ്വത്ത് മുഴുവൻ കൈവിട്ട് പോകാൻ പോകുന്നു. എന്താ നീ പറയുന്നത്? ഇടാ, നിനക്ക് പകരം തഞ്ചാവൂരിലേക്ക് പോകാൻ പോകുന്നത് എന്റെ അപ്പാവാക്കും. കടിച്ച സ്വത്ത് മുഴുവൻ അവരുടെ പേരിലാകും. നീ അമ്മാവും പെരുവഴിയിലാവുണ്ട. ഇപ്പൊ നീ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വന്നിട്ട് കാര്യമില്ല. ഞാൻ വരാം. നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിൽ പോയി അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ നമുക്ക് ഒരുമിച്ച് തഞ്ചാവൂർക്ക് പോവാം. അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട്. നിർത്തുക. സേട്ടു, മൂസ സേട്ടു. ആ, ഇവിടെ ഉണ്ട്. നമ്മുടെ സ്വാമി എങ്ങാനും ഇവിടെ വന്നോ? വന്നിട്ട് പോയല്ലോ. എങ്ങോട്ട്? കോളനിയിലേക്കാണെന്നാ പറഞ്ഞത്. എന്റെ ഈശോയെ, സ്വാമിനി അങ്ങോട്ട് പോവാൻ പാടില്ല. അവിടെ ആകെ കുഴപ്പമായി. എന്താ? സ്വാമി കമ്പനിയുടെ ആളാണെന്ന് അവിടെ അറിഞ്ഞുപോയി. കമ്പനിക്കാർ തന്നെ സ്വാമി ഒറ്റ കൊടുത്തു. ആ, എന്താ എല്ലാവർക്കും വലിയ ഗൗരവം? ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ? എന്താ? നീ എന്റെ വീട്ടിൽ വന്ന് താമസത് ഇതിനായിരുന്നല്ലേടാ? നീ കമ്പനിക്കാരുടെ ചാരനാണല്ലേ? ഞങ്ങളെ കുടിയൊഴിപ്പിക്കണല്ലേടാ? നിനക്കൊന്നും വീടും കൊടുക്കും അമ്മയും മങ്ങന്മാരൊന്നും ഇല്ലടാ, ദ്രോഹി. ശരിയാണ്, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തു പോയി. അത് പറയാനാണ് ഞാൻ വന്നത്. മോനെ, ഞങ്ങൾ കൊച്ചു എന്താണെന്ന് വിചാരിച്ചു? എന്താണെന്ന് വിചാരിച്ചു? കൃഷ്ണമൂർത്തി, വെട്ടം ഞാൻ
അടുത്ത് വന്നാ വെട്ടിക്കൊല്ലും. വിശ്വസിക്കേ, എന്നെ വിശ്വസിക്കേ. ഞാൻ പറയുന്നതാ സത്യം. ഞാൻ ചെയ്തതൊരു മഹാപാപമാണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവനാ ഞാൻ. ആ പാപത്തിന് എല്ലാ പരിഹാരവും കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വന്നതല്ല. എന്റെ അമ്മ സത്യം, നിങ്ങളെ ഒരാളും ഇവിടുന്ന് ഇറക്കി വിടില്ല. ഒരാൾക്കും ഇറക്കി വിടാൻ പറ്റില്ല. എന്നെ വിശ്വസിക്ക്. ആ വക്കീലും കമ്പനിക്കാരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു, നിങ്ങളെ ചതിക്കുകയായിരുന്നു, ആ മൂസ സേട്ടുവിനെ ചതിക്കുകയായിരുന്നു. നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഞാനായിട്ടാണ് അവർക്ക് കരാർ ഉണ്ടാക്കി കൊടുത്തത്. ആ കരാർ അവരുടെ മുന്നിലിട്ട് വലിച്ചു കീറിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയാ അവരിപ്പോ നിങ്ങളെ കൊണ്ട് എനിക്ക് തരിച്ചത്. സാരമില്ല, ഒന്നുമില്ലെങ്കിലും എനിക്കിനി മനസമാധാനത്തോടെ മടങ്ങിപ്പോവാല്ലോ. അത് മതി, അത് മാത്രം മതി എനിക്ക്. പക്ഷെ നിങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂസ സേട്ടുവിനെ ഇവിടെ കൊണ്ടുവരണം, നിങ്ങളോടൊപ്പം ഇവിടെ താമസിപ്പിക്കണം. അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും കാലം അയാളോട് ചെയ്ത ദ്രോഹത്തിനൊരു പരിഹാരം ചെയ്യും. അയാൾ പാവമാണ്, അയാളെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. ഈ സ്ഥലം നിങ്ങൾക്ക് വിട്ടുതരാൻ അയാൾ തയ്യാറാണ്. പക്ഷെ നിങ്ങളിൽ തന്നെയുള്ള ചിലരാണ് അതിന് സമ്മതിക്കാത്തത്. അവരെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അവരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ഈ ശക്തി കാണിക്കേണ്ടത്. അല്ലാതെ പാലക്കാട്ടുള്ള ഈ പാവം പട്ടരെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടല്ല.